ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയായിരിക്കുന്നത് മറ്റാരുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മന്ത്രി പി രാജീവാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഹലോ മലയാളത്തിലേക്ക്, ലീഡേഴ്സ് മോർണിംഗിലേക്ക്. മിനിസ്റ്ററെ, ഗുഡ് മോർണിംഗ്, ഓണാശംസകൾ. ഗുഡ് മോർണിംഗ്, ഓണാശംസകൾ. മിനിസ്റ്ററെ, ഓണം കളറായോ? ഓണം കേരളത്തിലാകെ കളറായിരുന്നു ഇത്തവണ. എല്ലാവരും വളരെ സന്തോഷം. എല്ലാ വിഭാഗം ആളുകൾക്കും നന്നായി ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞു. ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെയുള്ള ഒരു ഓണം, സമൃദ്ധിയുടേതായ ഒരു ഓണം. ബുദ്ധിമുട്ടുകൾക്കിടയിലും സർക്കാർ ജനങ്ങൾക്കൊപ്പം നിന്നു. എല്ലാവരും സന്തോഷവാന്മാരാണ്. മിനിസ്റ്റർ, ഇപ്പോൾ ഇന്നലെ ഓണം, തിരുവോണം വീട്ടിലായിരുന്നോ അതോ തിരുവനന്തപുരത്തുണ്ടായിരുന്നോ? ഇല്ല, തിരുവോണം നമ്മൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെയാണ് തൃക്കാക്കര ക്ഷേത്രമുള്ളത്. അപ്പോൾ അവരുടെ അത്തം മുതൽ ഓണം വരെയുള്ള 10 ദിവസം വളരെ പ്രസിദ്ധമാണ്. ഓണത്തിന് ഒരു 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സദ്യയാണ് അവിടെ നടക്കുക. രാവിലെ 10:30 അത് ആരംഭിക്കും. അപ്പോൾ എല്ലാ വർഷവും അതിൻ്റെ തുടക്കം ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ തന്നെയാണ് നിർവഹിക്കാറ്. നേരത്തെ MP ആയിരിക്കുമ്പോൾ അങ്ങനെയാണ്. ഇത്തവണയും അവിടെ തന്നെയായിരുന്നു. രാവിലത്തെ ഓണസദ്യ കുടുംബസമേതം അവിടെ തന്നെയായിരുന്നു. ഓക്കെ. മിനിസ്റ്റർ, ഇപ്പം നമ്മൾ ഈ ഓണക്കാലം എന്ന് പറയുമ്പോഴേ, ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ആ വൈബായിട്ട് ആഘോഷിക്കുമെങ്കിലും ഓർമ്മകളുടെ ഒരു വേലിയേറ്റം കൂടിയാണ് ഓരോ ഓണക്കാലം. നമ്മൾ പഴമയിലേക്ക് കുറെ കൂടെ പോകും. പണ്ടത്തെ ഓണം, ഇപ്പോഴത്തെ ഓണം, ഇപ്പോൾ നമ്മളാണെങ്കിൽ കുട്ടിക്കാലത്തെ ഓണം, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ ഓണങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം മിനിസ്റ്റർക്ക് തോന്നുന്നുണ്ടോ? അല്ല, പഴയ കാലത്ത് നിന്ന് ഓണപ്പോൾ വ്യത്യസ്തമായി. പണ്ടാണെങ്കിൽ ഇപ്പോൾ പൂ പോലും എല്ലാം തന്നെ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. നേരത്തെ പൂ ഒരു ചരക്കായി മാറും, വില കൊടുത്ത് വാങ്ങിക്കാവുന്ന ഒന്നാകുമെന്ന് നമ്മുടെ ഒന്നും കുട്ടിക്കാലത്ത് കരുതില്ലല്ലോ. പൂക്കൾ നമ്മൾ തൊടിയിൽ നിന്ന് പറിക്കുന്നു, അല്ലെങ്കിൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയിൽ നിന്ന് പറിക്കുന്നു, അത് കൊണ്ടുവിടുന്നു ഇടുന്നു. ഇപ്പം അത് മാറി. അതെല്ലാം തന്നെ വിപണിയിൽ വാങ്ങാൻ കഴിയുന്ന ഒരു കമ്മോഡിറ്റി ആയിട്ട് പൂവ് മാറി. നേരത്തെ സദ്യയെല്ലാം എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുക. ഇപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ വരുത്താം, അല്ലെങ്കിൽ ഒന്നിച്ച് പുറത്തു പോയി കഴിക്കാം. ഓണസദ്യകൾ മിക്കവാറും എല്ലാ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഓണസദ്യകൾ പ്രത്യേകമായി 3-4 ദിവസം അവർ നടത്തുന്നു. അപ്പോൾ ഓണത്തിൻ്റെ അത്തരം രീതികൾ മാറി. കുറച്ച് സന്തോഷകരമാണ്. കാരണം വീട്ടിലുള്ള എല്ലാവരും ഓണത്തിൻ്റെ അന്ന് സ്ത്രീകളൊക്കെ അടുക്കളയിൽ തന്നെ കയറി എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ അവർ ഓരോ കറികളുടെ പുറകിലായിരിക്കും. അരിയിലും നാളികേരം ചിരകലും അടുക്കളയൊക്കെ ആയിട്ട് അവർ പുറകിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. എല്ലാവർക്കും ഒന്നിച്ച് തന്നെ ഓണത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ കഴിയുന്നു. അപ്പോൾ ഗുണമുണ്ട്. അതുപോലെയുള്ള ഇത്തരത്തിലുള്ള മറ്റു ഭാഗങ്ങളും കാണാൻ കഴിയും. എന്നാലും ഓണം ഓരോ കൊല്ലം തോറും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. ഇപ്പോൾ ഓണക്കാലം എല്ലാവരെയും സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാളികൾ, ലോകമെമ്പാടുമുള്ള, ഇപ്പം മലയാളികൾ മാത്രമല്ല മിനിസ്റ്ററെ, മലയാളികളുടെ ഇൻഫ്ലുവൻസ് ആയിട്ട് മറ്റ് രാജ്യക്കാരും ഒക്കെയും ഓണം ആഘോഷിക്കാറുണ്ട്. നമ്മുടെ ഓണ വേഷമൊക്കെ ഇട്ട് സദ്യയൊക്കെ ഉണ്ട്, അവരും ഓണം ആഘോഷിക്കാറുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിൽ കുറച്ച് മുൻപ് വരെ ഒരു ചെറിയ വിലക്കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓണക്കാലം എത്തിയപ്പോഴത്തേനും വില കുറയുന്നതും നമ്മൾ ഇന്നലെ കണ്ടു. ഇന്നലെ ഈ വലിയൊരു വിലക്കയറ്റം ഒന്നും ഉണ്ടായില്ല. ആളുകൾക്ക് സമൃദ്ധിയോടെ സദ്യ കഴിക്കാനും പറ്റി. അപ്പോൾ വ്യവസായ വകുപ്പിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു ഈ വർഷത്തെ ഒരു ഓണം? വളരെ സന്തോഷകരമാണ്. ഒരു സ്ഥാപനത്തിനും ഒരു തർക്കമോ പ്രശ്നങ്ങളോ ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് ഓണക്കാല ബോണസ് സംവിധാനം. നേരത്തെ ബോണസ് കൊടുക്കുന്നത് നഷ്ടത്തിലാണെങ്കിലും സർക്കാരും കൊടുക്കുകയാണ്. ഇപ്പോൾ ലാഭമാണെങ്കിലും വലിയ വ്യത്യാസമില്ലാതെ പഴയ ബോണസ് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് മാറി ലാഭത്തിലാകുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം ആനുപാതികമായ ബോണസിലും വർധനവുണ്ടാവും. ഇത്തവണത്തെ പ്രത്യേകത, കൂടുതൽ സ്ഥാപനങ്ങൾ ആ കാറ്റഗറിയിലേക്ക് വന്നു. അപ്പോൾ നന്നായി തന്നെ തൊഴിലാളികൾക്ക് ബോണസ് ആനുകൂല്യങ്ങൾ നൽകാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ വില നിയന്ത്രിക്കുന്നതിൽ സർക്കാർ നന്നായി ഇടപെട്ടു. ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ഞാനും ചേർന്നാണ് വെളിച്ചെണ്ണ ചർച്ച ചെയ്ത് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും, സഹകരണം ഉൾപ്പെടെ ചെറിയ കമ്പനികൾ ഉൾപ്പെടെ എല്ലാവരും വിളിക്കുകയുണ്ടായി. നമ്മുടെ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി ഏകദേശം 1300ഓളം പുതിയ വെളിച്ചെണ്ണ മില്ലുകൾ കേരളത്തിൽ ഉൽപ്പാദനം തുടങ്ങി. അവരെല്ലാം ഞങ്ങൾ വിളിച്ചു, അവരുടെ പ്രതിനിധികൾ. ആ യോഗത്തിൽ നല്ല ചർച്ചകൾ നടന്നു. അന്ന് പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇതൊക്കെ ശരി, വില കുറയുമോ? അപ്പം ഞങ്ങൾ പറഞ്ഞു വില കുറയും. അത് യഥാർത്ഥത്തിൽ ഫലവത്തായി. 600-ന് മുകളിലേക്കൊക്കെ വെളിച്ചെണ്ണ കയറും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ജനങ്ങളുടെ കയ്യിൽ പണമെത്തി. അത് ബോണസായിട്ടാകാം, ക്ഷേമ പെൻഷനായിട്ടാകാം, മറ്റ് കുടിശ്ശികളായിട്ടാകാം, അതെല്ലാം അലവൻസുകളായിട്ടാകാം, എല്ലാം ജനങ്ങളുടെ കയ്യിൽ പണമെത്തി. സപ്ലൈകോ അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഉയർന്ന ഒരു വരവാണ് ഇത്തവണ ഓണക്കാലത്തുണ്ടായത്. അതെല്ലാം കാണിക്കുന്നത് ജനങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ ജാതി മത വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങളില്ലാതെ ഇത്തവണ ഓണം സമൃദ്ധിയായി ആഘോഷിച്ചു എന്നുള്ളതാണ്.
തീർച്ചയായും മിനിസ്റ്റർ, ഇനിയിപ്പോൾ നമ്മൾ ഈ GST പരിഷ്കരണത്തിലേക്ക് കൂടി ഞാൻ ഒന്ന് വരികയാണ്. അപ്പം ഇതിലേക്ക് വരുമ്പോഴത്തേനും ഈ പരിഷ്കരണമൊക്കെ നടപ്പാക്കുകയാണെങ്കിൽ 8,000 മുതൽ 10,000 കോടിയുടെ വരെ നഷ്ടം ഉണ്ടാകുമെന്നാണ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്. എന്നാൽ അതേസമയം പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിഷ്കരണം എന്നാണ്. ഈ GST ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു ഘട്ടത്തിൽ സർക്കാർ എങ്ങനെ അതിനെ മറികടക്കും മിനിസ്റ്ററെ? അല്ല, അതൊരു പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ പാർലമെന്ററി സംവിധാനം അപ്രസക്തമാകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. ഇത് GSTയുടെ ആദ്യം അത് വരുന്ന ഘട്ടത്തിൽ ശ്രീ യശ്വന്ത് സിൻഹ ചെയർമാനായ ഫിനാൻസ് കമ്മിറ്റിയുടെ ഭാഗമായി ഞാൻ പ്രവർത്തിച്ചിരുന്നു. ഞാൻ വിരമിച്ചതിന് ശേഷം ഇപ്പോഴത്തെ ധനമന്ത്രി KN ബാലഗോപാലും ആ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുകയുണ്ടായി. സാധാരണ ഈ നികുതി വർധനവ് അല്ലെങ്കിൽ നികുതി കുറയ്ക്കുന്നത്, നികുതി ഘടന മാറ്റങ്ങൾ, ഇതെല്ലാം തന്നെ ജനാധിപത്യപരമായി പാർലമെന്റോ നിയമസഭയോ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നത്. അതാണ് ജനാധിപത്യത്തിൻ്റെ പ്രധാന ഭാഗം. അതാണ് നികുതി ജനങ്ങളുടെ മേൽ വരുന്ന നികുതിയാകാം, ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസമാകാം. അത് ജനങ്ങളുടെ പ്രതിനിധികൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക എന്നതാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തത്. അതാണ് നികുതി ഘടനയുടെ സങ്കല്പവും. എന്നാൽ ഇപ്പോൾ GSTക്ക് വേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്തു. അതോടുകൂടി തന്നെ വലിയ മാറ്റം വന്നു. പാർലമെന്റിനോ നിയമസഭയ്ക്കോ ഈ ബഡ്ജറ്റ് അവതരണം എന്നുള്ളത് നീണ്ട പ്രസംഗങ്ങൾ നടത്താമെന്നല്ലാതെ അതിനപ്പുറത്ത് ഇത്തരം കാര്യങ്ങൾ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ബജറ്റിനകത്ത് വരുന്ന കാര്യങ്ങളിൽ പാർലമെന്റിനോ നിയമസഭയ്ക്കോ യാതൊരു അധികാരവും ഇല്ലാത്ത രൂപത്തിൽ വന്നു. GST കൗൺസിൽ അന്ന് പറഞ്ഞ ന്യായം, GST കൗൺസിൽ എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യം വരും. അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു, കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുള്ള ഒരു ഘടനയ്ക്കകത്ത് സ്വാഭാവികമായിട്ടും ആധിപത്യം കിട്ടുന്നത് ഈ പല പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ആയിരിക്കുകയില്ല. അത് യൂണിയൻ ഗവൺമെന്റ് താല്പര്യങ്ങൾ തന്നെയായിരിക്കും. ഇത്തവണയാണെങ്കിൽ കുതിരയെ വണ്ടിയുടെ പുറകിലാണ് കിട്ടിയത്. പ്രധാനമന്ത്രി ആദ്യം പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനത്തെ റാറ്റിഫൈ ചെയ്യുന്ന ഒരു സംവിധാനം മാത്രമായി GST കൗൺസിൽ മാറി. അപ്പോൾ ഒന്ന്, നിലവിലുള്ള ജനാധിപത്യത്തെ ആകെ ദുർബലപ്പെടുത്തി GST കൗൺസിൽ എന്നുള്ള കാഴ്ചപ്പാടിനെയും ഇത്തവണത്തെ പ്രഖ്യാപനം വഴി ദുർബലപ്പെടുത്തി എന്നുള്ളതാണ്. നികുതി ഘടനയിൽ വരുന്ന മാറ്റം, ഇപ്പോൾ പ്രധാനമായിട്ട് സെസ്സുകൾ വരുന്നു, അല്ലെങ്കിൽ സർചാർജ് വരുന്നു. ഇതാണ് കേന്ദ്രത്തിനുള്ള ഒരു സൗകര്യം എന്നുള്ളത്. സർചാർജോ സെസ്സോ ആണ് ഏർപ്പെടുത്തുന്നതെങ്കിൽ നമ്മുടെ ഭരണഘടനാ പ്രകാരം ആ സംസ്ഥാനങ്ങൾക്ക് പങ്കുവയ്ക്കേണ്ടതില്ല. അത് നികുതിയാണ് പിരിക്കുന്നതെങ്കിൽ നികുതിയുടെ പൂൾ ഉണ്ടാവും. ആ പൂളിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ വീതം വയ്ക്കേണ്ടി വരും. എന്നാൽ സർചാർജും അതുപോലെ തന്നെ സെസ്സുമാണെങ്കിൽ പൂർണ്ണമായിട്ട് കേന്ദ്രത്തിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ കേന്ദ്രത്തിന് യഥേഷ്ടം പണം, അവരുടെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. സംസ്ഥാനങ്ങളുടെ മേൽ ഇത്ര അടിച്ചേൽപ്പിക്കും. ഇപ്പോൾ അമേരിക്കയായിരുന്നു ഒരു രാജ്യം ഒരു നികുതി ഘടനയിൽ, എല്ലാവരും അന്ന് അമേരിക്കൻ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നികുതി ഘടനയ്ക്കകത്ത് മാറ്റം വരുത്തിയത്. കാരണം വലിയ കോർപ്പറേറ്റുകൾ ആവശ്യപ്പെടുന്നു. അമേരിക്കയിൽ ഇതുവരെ ഒരു രാജ്യം ഒരു നികുതി ഘടന അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ശക്തമായ എതിർപ്പ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതിനെ തുടർന്ന്, ഇത് ഞങ്ങൾ പാർലമെന്റിൽ അന്നേ തന്നെ പ്രസംഗിക്കുന്ന ഘട്ടത്തിലും ചൂണ്ടിക്കാട്ടിയതാണ്. ഇപ്പോൾ വരുന്ന നഷ്ടം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അതെങ്ങനെ നികത്താൻ കഴിയും, സംസ്ഥാനങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നതിന് പകരം സംസ്ഥാനങ്ങളെ ആകെ വരിഞ്ഞു മുറുക്കുകയും അവരുടെ വരുമാനത്തെ ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ യൂണിയൻ ഗവൺമെന്റ് നിർബന്ധമായിട്ടും അതിനാവശ്യമായ നഷ്ടപരിഹാരം നൽകേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളുടെ അവകാശം. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ വ്യാപാരികളൊക്കെ വലിയ പ്രതിഷേധത്തിലേക്ക് പോലെ, കാരണം നഷ്ടം സഹിച്ചുകൊണ്ട് ആരെങ്കിലും വ്യാപാരത്തിനൊക്കെ മുതിരുമോ? അല്ല, അതിന് വരാൻ പോകുമ്പോൾ വ്യാപാരികൾക്ക് കൂടുതൽ ഒരു പ്രശ്നം വരും. വലിയ കുത്തകകൾക്കായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഇളവുകൾ പൂർണ്ണമായിട്ടും ലഭിക്കുക, അവരുടെ ആനുകൂല്യങ്ങൾ. ഇതിന് മുൻപുള്ള GST ഘടനയിൽ വരുന്ന മാറ്റം യഥാർത്ഥത്തിൽ വിലയിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നതാണ് അനുഭവം നമ്മളെ കാണിക്കുന്നത്. ഇപ്പം ഇത്ര നികുതി മാറ്റി എന്ന് വരുമ്പോൾ അത് വിലയിലേക്ക് അത് ആ രൂപത്തിൽ പ്രതിഫലിക്കുകയോ ജനങ്ങൾക്ക് ആശ്വാസം നൽകുകയോ ചെയ്യുന്നില്ല. ഇവിടെ ഒറ്റ മൊത്തത്തിൽ ഇതൊരു ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഭൗമ രാഷ്ട്രീയത്തിൻ്റെതായ പ്രശ്നങ്ങൾ, താരിഫ് ഘടനയുടെ പ്രശ്നങ്ങൾ, അതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന നിലയിലായിരിക്കാം. ഇറങ്ങി വരുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ വില കുറഞ്ഞിരിക്കേണ്ട ആവശ്യം. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആനുപാതികമായി തന്നെ താരിഫ് ഉയർത്തുകയാണ് ചെയ്യേണ്ടിരുന്നത്. ഇപ്പോൾ അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് അവർ വർദ്ധിപ്പിക്കുന്നതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ താരിഫ് ഉയർത്തിയാൽ ആഭ്യന്തര വിപണിയെ ഒന്നുകൂടി നമുക്കും സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു, ഒരു ബദൽ എന്ന രൂപത്തിൽ. അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാതെ
ഏകപക്ഷീയമായി ഇത് ചെയ്യുന്നു, ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകുന്നു എന്ന പ്രതീതി ഒരു ബീഹാറിൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ മേൽ കടുത്ത ഒരു സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു പ്രതീതി ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പൊ പൊതുജനങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകുന്ന പ്രഖ്യാപനമാണ്, പൊതുജനങ്ങളെ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. ഈ വിലക്കയറ്റമൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ വലിയ സഹായകരമാണ്. അപ്പോൾ അതിനെ സർക്കാർ ഏകപക്ഷീയമായി എതിർക്കുന്നു എന്നൊരു തോന്നൽ പലർക്കും ഇടയിലുണ്ട്. പല രീതിയിലും ചർച്ചകളും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയായിരിക്കും സർക്കാർ പ്രതിരോധിക്കുക? അല്ല, നമ്മൾ പറയുന്ന ഭാഗം നികുതി ഘടനയിൽ വരുത്തുന്ന മാറ്റം അത് വിലയിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പുവരുത്താൻ കഴിയുമോ? അതിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ആഭ്യന്തര വരുമാനത്തിൻ്റെ കുറവ് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും? GST വന്നതിന് ശേഷം ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ചുമത്താൻ കഴിയുന്ന നികുതി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എക്സൈസ് നികുതിയായിരിക്കും, മദ്യത്തിൻ്റെ നികുതിയാണ്, ലോട്ടറിയുടെ നികുതിയാണ്, പെട്രോളിൻ്റെതാണ്. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക്, നിയമസഭകൾക്ക് ബജറ്റ് വഴിയോ അല്ലാതെയോ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുള്ളൂ. ബാക്കിയെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനം ഇപ്പോൾ നമ്മുടെ വ്യവസായങ്ങൾ വർദ്ധിച്ചു, ഉൽപ്പാദനം വർദ്ധിച്ചു. അതിൻ്റെ ഭാഗമായി തന്നെ നികുതി ഘടനയിൽ നികുതി വരുമാനത്തിൽ വലിയ വർധനവുണ്ടായി. നികുതി വരുമാനത്തിലെ വർധനവ് 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, നികുതി പിരിവിൻ്റെ കാര്യക്ഷമതയൊപ്പം തന്നെ നമ്മുടെ ഉൽപ്പാദന മേഖലയും സേവന മേഖലയ്ക്കകത്തും വലിയ മുന്നേറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഘട്ടത്തിൽ ഇങ്ങനൊരു മാറ്റം വരുമ്പോൾ ആ മാറ്റത്തിൻ്റെ ഒരു പീരീഡ് ഉണ്ടാവും, ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു പീരീഡ് ഉണ്ടാവുമല്ലോ, ആ പരിവർത്തന ഘട്ടം ഉണ്ടാവും. ഇതിൽ നിന്ന് പുതിയ ഒന്നിലേക്ക് മാറാൻ പെട്ടെന്ന് സംസ്ഥാനങ്ങളുടെ കണക്കൂട്ടുകൾ തെറ്റും. അപ്പോൾ അതിനുള്ള പിന്തുണ കേന്ദ്രം നൽകേണ്ടതാണ്. 2, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ നികുതി ഘടനയിൽ വന്ന മാറ്റം എങ്ങനെ വിലയിൽ പ്രതിഫലിച്ചോ ഇല്ലയോ എന്ന് പരിശോധിക്കാവുന്നതാണ്. നേരത്തെ തന്നെ GSTക്ക് ശേഷം നികുതി വിലയിൽ എന്തെങ്കിലും കുറവുണ്ടായോ എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ, വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും GST വന്നപ്പോൾ എല്ലാം കുറയുമെന്നാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. ഇപ്പോൾ ഈ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം, ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളെ സഹായിക്കത്തക്ക വണ്ണത്തിലുള്ള ഒരു പ്രഖ്യാപനം എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ മിനിസ്റ്ററെ? അല്ല, അനുഭവത്തിൽ നിന്ന് അങ്ങനെ ഒന്നും കാണുന്നില്ല. പക്ഷെ സംസ്ഥാനങ്ങളെല്ലാം ഏകോപിതമായി നിൽക്കാൻ തയ്യാറാകാൻ അവർക്ക് രാഷ്ട്രീയ ഘടകങ്ങൾ പലരെയും അവരെ സഹായിക്കുമില്ല. പലരും പറയുന്നുണ്ട് സംസ്ഥാനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർ ഭരണത്തിൽ നിൽക്കുന്ന, രാജ്യത്ത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരായതുകൊണ്ട് അവർക്ക് പരസ്യമായോ അല്ലെങ്കിൽ ഈ കൗൺസിലിനകത്തോ ഒരു നിലപാടെടുക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇപ്പോൾ ഒരേ മനസ്സോടുകൂടി നിൽക്കുന്നു. എല്ലാവരും കൂടി ശ്രമിക്കുക, സംസ്ഥാനങ്ങൾക്ക് അവരുടെ ക്ഷേമകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിൽ സഹായം യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ശരി മിനിസ്റ്റർ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ ഈ കുന്നംകുളം വിഷയം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതിക്രൂരമായ സംഭവമാണ് നടന്നത്. 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഈ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകില്ലേ? അല്ല, അത് എല്ലാം ഗവൺമെൻറ് പരിശോധിക്കും. ഒന്ന്, നമ്മുടെ പോലീസ് സേനയ്ക്കകത്ത് ഇപ്പോൾ ഏറ്റവും കർക്കശമായ സമീപനങ്ങൾ ഗവൺമെൻറ് സ്വീകരിക്കാറുണ്ട്. പോലീസ് എപ്പോഴും ഒരു ഭരണകൂട ഉപകരണം തന്നെയാണ്. അതൊരു അടിച്ചമർത്താനുള്ള മർദ്ദനത്തിൻ്റെ ഉപകരണമാണ്. ഇപ്പോൾ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാം വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് കൂത്തുപറമ്പ് നടക്കുന്നത്. അന്ന് ഞങ്ങൾ ഈ പോക്കറ്റിൽ കരുതിയ കറുത്ത തൂവാലെടുത്ത് കാണിച്ചതിനാണ് ഞങ്ങൾ അവിടെ വെച്ച് മർദ്ദിച്ചു. മാത്രമല്ല 5 പേരെ പിടിച്ചു കൊണ്ടുപോയി. ഇന്നിപ്പോൾ കാണുന്നതിനേക്കാൾ എത്രയോ ഭീകരമായിട്ടായിരുന്നു. ഓരോരുത്തരെയാണ് മുറിയിലേക്ക് കൊണ്ടുവരിക. അവിടെ ഇടിച്ച് താഴെ വീണ് ചവിട്ടിക്കൂട്ടി. അതിലൊരു രവീന്ദ്രൻ എന്ന് പറയുന്ന പെരുമ്പളത്തൊരു പോലീസുകാരനായിരുന്നു. അതിൽ 2 കൈ കൊണ്ടും ചെവി ഇങ്ങനെ പൊത്തി അടിക്കുമ്പോൾ ആ ശ്രവണപടം അതിനെ തുറന്ന് മുറിയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അടിയേറ്റ് ഞങ്ങളെല്ലാം ഇടിയും. അന്ന് പത്രങ്ങളിൽ അന്ന് ഇതുപോലെ CCTVയും ദൃശ്യമാധ്യമങ്ങളൊന്നും ഇല്ലല്ലോ. കഥനക്കുറ്റി ഈ തുണിയിൽ ചുറ്റിയിട്ടാണ് അതെൻ്റെ വാരിയിൽ ഒടിഞ്ഞത്. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഓരോരുത്തരും വരാന്തയിൽ ഇരുത്തി കാല് നീട്ടി 2 പേര് അപ്പുറത്ത് നിർത്തും. കാലെങ്ങാനും വലിച്ചാൽ ബൂട്ട് കൊണ്ട് ആ നമ്മുടെ കാലിൻ്റെ നടുവിലുള്ള എല്ലിൽ ചവിട്ടും. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തു നിന്നും 2 പേർ ചൂരൽ കൊണ്ട് കാൽവെള്ളയിൽ അടിക്കും. അന്ന് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, പാർവതി എന്ന് പറയുന്നൊരു പോലീസുകാരി ഉണ്ടായിരുന്നു സെൻട്രൽ സ്റ്റേഷനിൽ. അവർ ഈ അടിയുടെ ഇത് കണ്ട് അവർ കരഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ തന്നെ ഇറങ്ങി പുറത്തേക്ക് ഓടിപ്പോയി.
അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊതുവെ പോലീസിൻ്റെ രീതിയുണ്ട്, എല്ലാ ഭരണ സംവിധാനം വരുമ്പോഴും ഇത്തരം രീതികൾ അന്നെല്ലാം അത് മുകളിൽ നിന്നുള്ള ആഹ്വാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. കനത്ത പോലീസ് ബന്ദോബസ്ത് ഉണ്ടായിട്ടും ഇങ്ങനെ ചെയ്തല്ലോ എന്ന പോലീസ് അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ പോലീസിനകത്ത് ഇപ്പോൾ ഒരു ലോക്കപ്പ് കൊലപാതകം ഉണ്ടായി. അതിനകത്താണെങ്കിൽ കസ്റ്റഡി കൊലപാതകത്തിൽ ഗവൺമെൻറ് ഒരു പ്രഖ്യാപിത നിലപാടെടുത്തു. അത്തരം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല, നേരെ CBI അന്വേഷിക്കട്ടെ. ഏത് പ്രശ്നമാണെങ്കിലും, ഏത് കസ്റ്റഡി കൊലപാതകമാണെങ്കിലും അത് ഗവൺമെൻറ് തന്നെ ഒരു നയം എന്ന നിലയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ പോലീസിനകത്ത് എത്തരം കാര്യങ്ങൾ വരുന്നു അതെല്ലാം തന്നെ നിയമാനുസൃതമായി പരിശോധിച്ച് കർക്കശമായ നിലപാട് സ്വീകരിക്കും. ഏറ്റവും കൂടുതൽ ശിക്ഷാ നടപടികളെടുത്തത്, പിരിച്ചുവിടൽ നടത്തിയതെല്ലാം ഈ ഗവൺമെൻറ് സന്ദർഭത്തിൽ തന്നെയാണ്. എന്നാൽ പോലീസ് ആകെ പരിഭാവനമായി ഒരു ഗവൺമെൻറ് മാറുന്നതോടുകൂടി ആ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് താഴെയുള്ള കോൺസ്റ്റബിൾ മുതൽ ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥർ വരെ പരിവർത്തനം, ഒരു സ്വിച്ച് ഇട്ടുന്ന പോലെ പരിവർത്തനം ചെയ്യപ്പെടുമെന്ന് നമ്മൾ ആരും കരുതുമില്ല. അവനകത്ത് പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ ആ പുഴുക്കുത്തുകൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിച്ചു തന്നെയായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക. ഓക്കെ ഓക്കെ, അപ്പോൾ വളരെയധികം നന്ദി മിനിസ്റ്റർ. ഇപ്പോൾ ഓണക്കാലമാണ്, ഓണ സിനിമകൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? ഓണ സിനിമ ഓണത്തിന് മുമ്പ് മോഹൻലാലിന്റെ സിനിമ ഹൃദയപൂർവ്വം കാണുകയുണ്ടായി. മറ്റ് സിനിമകൾ കൂടി കാണണം ഇപ്പോൾ സമയം കിട്ടുമ്പോൾ. അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി മിനിസ്റ്റർ. അപ്പം ഒത്തിരി സന്തോഷം നമുക്കൊപ്പം ചേർന്നതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. ഓക്കെ, ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർ, നിങ്ങളുടെ ഈ മുന്നേറ്റത്തിനും എല്ലാവിധ അഭിനന്ദനങ്ങളും. നിങ്ങളുടെ പ്രേക്ഷകർക്കും, നിങ്ങൾ ന്യൂസ് മലയാളത്തിൽ എല്ലാവർക്കും ഓണാശംസകൾ അർപ്പിക്കുന്നു.